നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? മാത്യു. ആ ചെല്ല്. അല്ല, ഞാൻ രാവിലെ നിങ്ങൾ വിളിച്ചായിരുന്നു? ഇല്ല സർ. അവൻ നമ്മുടെ കമ്പനി സ്റ്റാഫാ. നിങ്ങളുടെ കമ്പനി സ്റ്റാഫാ? പിന്നല്ലാതെ. മിസ്റ്റർ ജോണിക്കുട്ടി, വൈകുന്നേരത്തിന് മുമ്പ് എന്റെ മോളെ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മോടെ ഫോട്ടോ ഞങ്ങൾ എല്ലാ സ്റ്റേഷനിലേക്ക് അയച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ അറിയിക്കാം. സർ, ഞാൻ ജീനയുടെ അമ്മയാണ് സംസാരിക്കുന്നത്. ഓ, അമ്മ പറയൂ. ഈ മനുഷ്യന്റെ വാക്കും കേട്ട് എന്റെ മോളുടെ ഫോട്ടോ നാട് മുഴുവൻ കൊടുത്ത് അവളുടെ ജീവിതം നശിപ്പിക്കരുത്. അവള് സ്വന്തം ഇഷ്ടപ്രകാരം അവന്റെ കൂടെ പോയത്. ഓഹോ, അവരുടെ കല്യാണം ഉറപ്പിച്ചത് തന്നെ ഈ മനുഷ്യനാ. പിന്നെ ആ പയ്യന്റെ ജോലി പോയി എന്ന് അറിഞ്ഞപ്പോ തന്നെ കൊടുത്ത വാക്ക് തെറ്റിച്ച് അവൾക്ക് വേറെ കല്യാണം നോക്കാൻ തുടങ്ങി. അതാണ് അവൾ പോകാൻ കാരണം. ഈ മനുഷ്യന്റെ വാക്കും കേട്ട ഒരു മണ്ടനെ പോലെ വെറുതെ നിങ്ങൾ സമയം കളയണ്ട. അല്ല, സാറിന്റെ പേരെന്താ? എന്താ? നല്ല പേരാ. കേട്ടില്ല. ടിൻഡു. ഇനി എനിക്കൊന്നും പറയാനില്ല. ടിൻഡു. ഓ, ആരായിരുന്നു ഫോണിൽ? CM. ഓ, എന്തോ ഫോട്ടോ എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. അവന് ഗാന്ധിജിയുടെ ഫോട്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ അതിലെ മതില് ഇങ്ങനെ ഒരു സൂണിൽ ഇങ്ങനെ തൂണേ കെട്ടി തൂക്കിട്ട്. ഞാൻ അങ്ങോട്ട് പോട്ടെ. ടിൻഡു, അയ്യേ, CM-നെ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞേക്ക്. ഓക്കെ ഓക്കെ. ആരാടെ ഇപ്പോഴത്തെ CM? ഞങ്ങളല്ല. அண்ணங்கிட்ட யாரா திட்டு வாங்கினு எனக்கு தான் தெரியும். யார் யார் பொருளை தூக்கணும், பொண்டாட்டியை தூக்கணும் எனக்கு மட்டும் தான்டா தெரியும். டோமரே, துட்டு வாங்கின ஆளு அட்ரஸ் நீ போ தலைவரே. எனக்கு தான் தெரியும். வட்டி ராஜா கத்துது இந்த வட்டி கருப்பு தான். மடி தீர்ந்து தாவும் மதிகளை நான் தீர்ந்து. டேய், என்ன பார்க்குற? உனக்கு இல்லையா? தம்பி கிளம்புமா. ஏதோ உனக்கு இல்லாத மாதிரி பார்க்குற. சொல்லிட்டே இருக்கிற பார்க்குற. ஒருத்தர் அடிச்சுடா. ஏய், நான் ரத்தம்லாம் வருது. யார் அடிச்சதே? அதெல்லாம் எனக்கு தெரியல. வாடா. Markira,
ജീന നിന്നോട് ഫ്രണ്ടിൻ്റെ ഉള്ളിലിരിക്കാൻ പറഞ്ഞിട്ട് ഡിക്കിയിൽ എന്താ പരിപാടി? இந்த பொண்ணு காருக்குள்ள இருந்துச்சு. വേണ്ട വാ. മാത്യു, എന്റെ മാല ഇതിനാ രാവിലെ. വാ. ഹലോ, ആളിലെന്തായാലും കറക്റ്റ് സമയത്ത് വിളിച്ചത്. ഇപ്പോഴാ കിട്ടുന്ന കാശ് ഫ്രണ്ട്സ് വന്നത്. ആളിനിപ്പോൾ എവിടെയുണ്ട്? ആ ശരി. വട്ടിരാജ മരിച്ചതെങ്ങനെ? എന്തിനാൽ ജീനയെ തട്ടിക്കൊണ്ടുപോയി? കള്ളന്മാരെ ഞാൻ എങ്ങനെ കണ്ടു? എന്തുകൊണ്ട് SIക്ക് എന്നെ മനസ്സിലായില്ല? എനിക്കെങ്ങനെ ജോലി കിട്ടി? ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ നടന്നു? ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾക്കിടയിലും മനസ്സമാധാനത്തോടെ ഒരു സിഗരറ്റും വലിച്ച് ഇഷ്ടപ്പെട്ട പെണ്ണിനെ നെഞ്ചോട് ചേർത്ത് ഞാൻ നിൽക്കുന്നത് പണ്ട് ആരോ എവിടെയോ പറഞ്ഞു കേട്ടൊരു കാര്യം ഓർത്താണ്. നേരം രണ്ട് വിധത്തിലാണ്. ഒന്ന് നല്ല നേരം, പിന്നെ ചീത്ത നേരം. ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരും.